ഒരുപാട് നമ്മളറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു പ്രൊമോഷൻ അല്ല കേട്ടോ. നമുക്ക് ചൂതാട്ടം നിരോധിക്കണമെന്ന ശബ്ദ സന്ദേശം കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും വാട്സാപ്പിൽ അയച്ച ശേഷമാണ് യുവാവ് ജീവനോട്. പരിചയക്കാരോടെല്ലാം കടം വാങ്ങി ഗെയിം കളിച്ചു തോറ്റ് തിരിച്ചു നൽകാൻ കഴിയാത്ത വിധം കുരുക്കിലായപ്പോഴാണ് ബിജിഷ ഉരുമുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ചത്. ഓൺലൈൻ റമ്മി കളിച്ചുണ്ടായ സാമ്പത്തിക ബാധ്യത മൂലം സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് 20ഓളം പേരാണ്. ഓൺലൈൻ റമ്മി കളി ഒരു ലഹരിയാണ്. ഒടുവിൽ മരണത്തിൽ കലാശിക്കുന്ന ഇടുക്കിയിൽ ഓൺലൈൻ ഗെയിമിൽ പണം നഷ്ടപ്പെട്ട യുവാവ് ആത്മഹത്യ ചെയ്തു. ഓൺലൈൻ റമ്മിയിലൂടെ ലക്ഷങ്ങൾ നഷ്ടമായതിനെ തുടർന്ന് യുവാവ് നമുക്ക് ഉറപ്പില്ലാത്ത പ്രൊമോഷൻ ചെയ്യാണ്ടിരിക്കുക. നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ അനുഭവിച്ച് നമുക്ക് ഒരു സംഭവം കിട്ടിയ പ്രൊമോഷൻസ് അല്ല ഒരു സംഭവമാണെങ്കിൽ അത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. സുഹൃത്തുക്കൾ നിങ്ങൾക്കറിയില്ല, ഇങ്ങനത്തെ വലിയ വലിയ പ്രോജക്ട്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ അധികം പണത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സത്യം ഞാൻ പറയട്ടെ, യൂട്യൂബിൽ നമുക്ക് അത്രയും വലിയൊരു വരുമാനം കിട്ടത്തില്ല, പ്രത്യേകിച്ച് മലയാളം ഓഡിയൻസിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ സൈഡ് സ്രോതസ് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു സ്രോതസിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാൻ പോകുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ സുഹൃത്തുക്കൾ, ഞാൻ പറഞ്ഞു വരുന്നത് പോക്കറ്റ് ബ്രോക്കർ എന്ന ആപ്പിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ പോക്കറ്റ് ബ്രോക്കർ. നിങ്ങൾ കാണുന്നത് നമ്മുടെ ഇമെയിലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കുറച്ച് ക്യാഷ് ഏൺ ചെയ്യും. ബ്രോക്കറിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കമന്റിലും പിൻ ചെയ്തു. നേരെ ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. നിബന്ധനകളും വ്യവസ്ഥകളും ബാധകം. ഈ പ്ലാറ്റ്ഫോം ശീലമാനും സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനും വളരെയധികം ചാൻസ് കൂടുതലാണ്. ക്യാഷ് വെച്ചിട്ടുള്ള പരിപാടികൾ ഞാൻ നിങ്ങൾ വീണ്ടും ഓർപ്പിക്കുകയാണ്. വേണ്ടത്ര ഗവേഷണം നടത്താൻ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം ചെയ്യുക. അപ്പോൾ ഇപ്പൊ തന്നെ പോവുക, നിങ്ങളൊരു ഇൻകം ഉണ്ടാക്കാൻ തുടങ്ങുക. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും കുറേ പേര്, എല്ലാവരും നല്ല പറഞ്ഞാൽ കുറേ പേരുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർ. അതായത് നോ ബെറ്റിംഗ് നോ പ്രൊമോഷൻസ് എന്നും പറഞ്ഞിട്ട്. അതായത് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയൊക്കെ അല്ലേ, അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന 2-3 പേരൊക്കെ പുറത്താക്കിയിട്ടുണ്ട്. ഈ വയനാടൻ ബ്ലോഗറും അവരെ തന്നെ ഒരു കപ്പിൾ ചാനലൊക്കെ ഉണ്ട്. അവരൊക്കെ കൂടുതലായിട്ട് ഈ റമ്മി പോലത്തെ എക്സെട്ര ഈ ഓൺലൈൻ ഗെയിമിംഗ് എന്നല്ല, പ്യൂർലി ഗെയിമിംഗ് എന്നല്ല, ഓൺലൈൻ ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒരുപാടധികം പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ 1-2 പ്രൊമോഷൻസ് ഒന്നും അല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനത്തെ കാര്യം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവരൊക്കെ പറയുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ഞാൻ കളിക്കുന്നുണ്ടോ, എനിക്ക് ഇത്ര ലാഭം കിട്ടി, വെറുതെ പറയുന്നതാണ്. ഇവരാരും ഈ പറഞ്ഞ ഒരു ഓൺലൈൻ ഗെയിമും കളിക്കുന്ന ആൾക്കാരൊന്നുമില്ല. അല്ലെങ്കിൽ ഗെയിമിംഗ് അല്ല, ഞാൻ പറഞ്ഞ ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് വേറെ ഉണ്ട്. ഗെയിമിംഗ് കളിച്ചിട്ട് നമ്മൾ ഒരുപാട് യൂട്യൂബേഴ്സ് കോടീശ്വരന്മാരായിട്ടുണ്ട്, അത് വേറെ കാര്യം. അതല്ലാത്ത ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു അടിസ്ഥാനം ഇല്ലാത്ത രീതിയിൽ ഒക്കെ അപ്രൂവ്ഡ് ആണ്, അതാണ് വേറെ കാര്യം. ഒക്കെ നിയമ വിധേയമായിട്ടുള്ള ഒക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ള പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ എങ്ങനെ കളിക്കണം, ഏത് കളിക്കണം, അതിൻ്റെ അൽഗോരിതം എന്താണ്, അതല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പം നമ്മൾ കളിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ അപ്പുറത്തുള്ള ആളെ എന്താണ്, അത് റോബോട്ടാണോ അല്ലെങ്കിൽ വേറൊരാൾ വന്ന് കളിക്കാന്ന് പോലും നമുക്കറിയില്ല. അങ്ങനത്തെ ഒരുപാട് ഇതിൽ പെട്ട് ഇപ്പോൾ നമ്മൾ തുടക്കത്തിലെ വാർത്ത കണ്ട പോലെ ഒരുപാട് ലക്ഷങ്ങളും കോടികളും നഷ്ടം വന്ന് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. സത്യമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, നമ്മളെ ഫോളോ ചെയ്യുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചൊരു 10 രൂപയ്ക്ക് ഇട്ടിട്ട് കളിച്ചു തുടങ്ങും. പിന്നെ അത് 10, 100, 1000, 10000 ലക്ഷങ്ങളായിട്ട് പോകും. വളരെ 100-ൽ ഒരാൾക്കൊക്കെ ചിലപ്പോൾ പൈസ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും, ബാക്കി 99 ആൾക്കാർക്കും പൈസ പോയ ചരിത്രമേ ഉള്ളൂ. ഞാനിതുവരെ കണ്ടിട്ടില്ല ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻസിലൊക്കെ പരസ്യത്തിൽ പലരും വന്നിട്ട് ഞാൻ കോടീശ്വരനായി, വണ്ടി വാങ്ങി, കാറ് വാങ്ങി, ലോറി വാങ്ങി എന്നൊക്കെ പറയുന്നതല്ലാണ്ട് ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷനിൽ കളിച്ചിട്ട് യഥാർത്ഥത്തിൽ ഒരാൾ വന്നിട്ട് ഞാൻ ഈ സെറ്റപ്പിൽ എത്തിയാണ് എന്ന് പറയാൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയുന്നത്. എനിക്ക് മൊത്തത്തിലുള്ള കാര്യമൊന്നും പറയാൻ ഞാൻ ആധികാരികമായിട്ട് ഞാനാരുമല്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫോളോവേഴ്സിനോട് നിങ്ങൾ കാര്യങ്ങൾ പറയുമ്പം നിങ്ങൾക്കതിൽ 101% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് പറയാവൂ. നിങ്ങൾ കളിച്ച്, നിങ്ങൾ ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് വല്ലതും കിട്ടണമെങ്കിൽ മാത്രമേ നിങ്ങൾ ആ പരിപാടിക്ക് നിൽക്കാവൂ. അതല്ലെങ്കിൽ ഈ തരത്തിലുള്ള പ്രൊമോഷൻസും ഇത്തരത്തിലുള്ള ബെറ്റിംഗ് പ്രൊമോഷൻസിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊമോഷൻസൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപാട് നല്ല യൂട്യൂബേഴ്സും അല്ലാത്ത ആൾക്കാരും ഒക്കെ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും കുറേ പേര് ചെയ്യും കേട്ടോ, അത് വേറെ കാര്യം. നമുക്ക് ചെയ്യേണ്ടെന്ന് പറയാനും പറ്റില്ല, അതിൻ്റെ നിയമം നമ്മുടെ നാട്ടിലും ഇല്ല ഇത് ചെയ്യരുതെന്ന്. അല്ലെങ്കിൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരിത് കൊണ്ടുവരണം, ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് നിരോധിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. കുറേ സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും നല്ലൊരു മൂവാണ് ഈ പറഞ്ഞ പരിപാടി. ഒരുപാട് നമ്മളറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു പ്രൊമോഷൻ അല്ല കേട്ടോ, നമുക്ക് ഉറപ്പില്ലാത്ത ഈ ഗെയിമിംഗ് ആൻഡ് ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് മാത്രമല്ല, നമുക്ക് ഉറപ്പില്ലാത്ത ഒരു പ്രൊമോഷൻ ചെയ്യാണ്ടിരിക്കുന്ന ഏറ്റവും നല്ലത്. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫോളോവേഴ്സിനെങ്കിലും നമുക്ക് ആ ഒരു ഇത് കൊടുക്കണം, ഒരു ആത്മാർത്ഥത നമ്മൾ കാണിക്കുന്നതെന്നല്ല. നമുക്ക് ഉറപ്പില്ലാത്ത പ്രൊമോഷൻ ചെയ്യാണ്ടിരിക്കുക. നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ അനുഭവിച്ച് നമുക്ക് ഒരു സംഭവം കിട്ടിയ പ്രൊമോഷൻസ് അല്ല ഒരു സംഭവമാണെങ്കിൽ അത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. അതായിരിക്കും എപ്പോഴും നല്ലത്.